السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الآل القدر العظيم الجاه وعلى آله وصحبه وسلم تسليما من قدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولانا العظيم. നിയത്തുൽ മോമിൻ ഖൈറും മിൻ അമലിഹി. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാൻ എന്ന മനുഷ്യന്മാർ അള്ളാഹുടെ ചെമ്മ ഫിരിസ്തവുള്ളങ്ങായിട്ടിക്കിടാറ്. അങ്ങനെ ലക്ഷണം എന്തോ ഫദക്കിർ ഫൈന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. എന്തെങ്കിലും നശ്യച്ച് നോക്കറോ, അല്ലെ വാത് ചെന്ന് നോക്കറോ, ഉർദ്ദിച്ച് നോക്കറോ, അത് മോമിനായ മനുഷ്യന്മാർക്ക് മാത്രം ഫലം പിടിക്കണം. ആർക്ക് ഫലം പിടിച്ചിട്ടില്ല അവനെ വിചാരിക്കട്ടെ ഞാൻ മോമിൻ ഇന്നും പരിപൂർണ്ണ മോമിൻ ആയിട്ടില്ല, ഞാൻ മോമിൻ ആയിട്ടില്ലാണ്ട്. മഹാന്മാർ 4 ആൾ ഇടീ ജഗത്തിനെ ആൾവെക്കാക്കിടാറ്. അതിൽ 6 2 മുസ്ലിം 2 അമുസ്ലിം. അതിൽ ഒന്നായിട്ട് മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി, വലിയ അള്ളാഹുടെ വലിയ മഹാഭക്തവും ധർമ്മിഷ്ഠവും വലിയ ആരിഫും 6 മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി ഒരു നാളിങ്ങനെ സഞ്ചാരത്തിലുണ്ടതിൽ ഒരു ദ്വീപത്ത് എത്തിയിട്ട് അവിടെ മനുഷ്യന്മാരെല്ലാവരും വെറും ഏലല് അങ്ങനെ തടിയെ ಬಂದಾಕೋಲ್ಲೋ ചെന്നെങ്കിൽ തടി ഔറത്ത് മറക്കോല്ലോ എല്ലാ വസ്ത്രത്തെ അങ്ങ് ഉണ്ടാക്കിയിട്ടുള്ളാർ. അങ്ങ ബണ്ടങ്ങളെല്ലാം കുറഞ്ഞിട്ട് ആകാക്കടെല്ലാം കണ്ടെത്താറ് മഹാൻ. അങ്ങനെ ഔത്തರು ಎದುರಲ್ಲಿ ಹಂಗೆ ಕಬ್ಬರು തോണ്ടിട്ട് വെച്ചിടാറ്. അങ്ങനെ തിന്നറോ വെറും ഏലയും ചൊപ്പും ബാക്കിന്നു എന്തെങ്കിലും സിമ്പിൾ ലൈറ്റ് ഫുഡ് അങ്ങ് തിന്നറു. അതുകൊണ്ട് ദുൽഖർനൈൻ ചക്രവർത്തി വലിയ വലിയ ബലബാളുടെ ഭാരീ ഡ്രസ്സെല്ലാം ഇട്ടിന്ത് സൈനികന്മാർ ഹിണ്ട് ചെന്നിങ്ങളെ ലോക ചക്രവർത്തിയല്ലേ. മനുഷ്യന്മാർ ധാരാളം ഇന്നാർ. എല്ലാ മനുഷ്യന്മാരും അയൽമേ നോക്കിണ്ടിന്നാർ. ആയെങ്കിൽ മാത്രം ഒരു ഭയങ്കര വയസ്സായ ഒരു കിളവ കെയർലെസ് രാജാവുടെ തെല്ല് നോക്കി വന്നിട്ടില്ല. കെയർലെസ് ആക്കി എല്ലാം ചെല്ല. അങ്ങനെ മഹാന ദുൽഖർനൈൻ ചക്രവർത്തി കേಳ್ತಾಯಿಲ್ಲട്ടോ ಆ ಕೆಲವಟ್ಟಿಗೂ ನೀಗೆಂದು ಈ ಥರ ಎಲ್ಲ ಮನುಷ್ಯന്മാർ ನಂಡೆ ಮೇಲೆ ನೋಕಡಾರಲ್ಲೇ ಭಾರಿ ಶ್ರದ್ಧೆಯಲ್ಲಿ ഭയങ്കര കുതൂഹലത്തിൽ നീങ്ങെന്ത് നണ്ട കെയർലെസ് അവിടെ 6 നണ്ട നോക്കില്ലല്ലേ എന്ന് കേട്ടപ്പ ആ വയസ്സായ മനുഷ്യ ചെന്ന് ഞങ്ങളുടെ രാജ്യത്തിൽ ഒരു രാജാവ് ഇന്ന ഞങ്ങളുടെ രാജ്യത്തിലൊരുത്ത ദാരിദ്ര്യ മനുഷ്യന്മാർ ബലവെക്കാത്തോണിന്ന ജണ്ടാൽ മറിച്ചു പോയപ്പോൾ ജണ്ടാല കബറിനെ മുട്ട മേടക്കിയാറ്. കബറിൽ ഒരു വ്യത്യാസവും ഇല്ല ಅಂತ, കബറിൽ ഒരു വ്യത്യാസം ಇಂತ ಇಲ್ಲ ಅಂತ. അതുകൊണ്ടുകൂടെ മനുഷ്യന്മാരെ ആൾത്താക്കടോ കബറിൽ മാത്രം കബറിಗೆ എത്തിയപ്പ അങ്ങ് നല്ലങ്ങ ಐತಿങ്കിൽ അങ്ങ് നല്ലങ്ങ അല്ലെങ്കിൽ അത് അങ്ങ് ബലിയെന്തു ഇല്ല എന്ന് ചെന്നപ്പ മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു ഭയങ്കര തല ഇങ്ങനെ ചിന്തനാർഹായിട്ട്. അങ്ങനെ മഹാന് ഒരു അയലുമലി അനിയ ഇങ്ങനെ പോയിട്ടുള്ളാറ് ഒരു നല്ല കബർസ്ഥാൻ, വലിയ കബർസ്ഥാൻ, പഴയ പണ്ടത്തെ കബർസ്ഥാൻ. അങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു അവിടെ ഒരു തലയുടെ കണ്ടെത്തി. എന്നെങ്കിൽ കബറിന് പുറത്ത് 3 തല. അങ്ങനെ അയാൾ കയ്യിൽ എന്തിനിത്ത് ഒരു സ്റ്റിക്ക് ചെന്നെങ്കിൽ ഒരു കോലിന്ത് ಅದರ ಆ ತಲೆಡೆ ಎಂದಾಕಿತ್ತು ಮಹಾನಾಯ ദുൽഖർനൈൻ ചക്രവർത്തി ಅದರ ഒരു കാത് കിട്ടിത്ത് ಅದರ ಉಳ್ಗ ತಲ್ಲಿತ್ತು. നോക്കുമ്പോൾ ಅದರ കാതിൽ ഉൾഗമേ പോണ്ടില്ല. ಅದರ തൻ്റെ കയ്യിൽ ഒരൊറ്റ ബൽച്ചേരിയൽ എറിഞ്ഞിത്താറ് മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി. അങ്ങനെ ഇങ്ങനെ നടന്നു പോയിട്ടിരുന്നാറ്. പിന്നെ ഒരു തല കിട്ടിത്ത് അതിരെ ഇട്ടിത്ത് ಅದಕ್ಕೊಂದು സ്റ്റിക്ക് ഇട്ടിത്ത്. അത് എന്തായിട്ട് അത് ഒരു കാതിലിട്ടപ്പോൾ പിന്നൊരു കാതിൽ പുറത്ത് വന്ന് അങ്ങനെ അതിരെ ബൽച്ച് ഒരിയറിയൽ എറിഞ്ഞിത്ത്. മഹാന്മാർ അനുയായികളെല്ലാം നോക്കിക്കൊണ്ടിരുന്നാറ്. പിന്നെ കുറേ ദൂരെ പോയപ്പോൾ പിന്നൊരു തല കിടത്ത് എവിടെ ഖബർസ്ഥാനിൽ അത് പോയിട്ട് ഇട്ടപ്പം എന്തായിട്ട് ഒരു കാതിലിട്ടപ്പോൾ അത് അപ്പുറത്ത് മുതൽ പുറത്ത് വന്നില്ല. അത് സീത ബഗ്ഗിങ് കൊണ്ട് അതായത് ആ കൽത്രവിടെ ಬಂತത് ചെന്നെങ്കിൽ തടിയിലൊക്കെ പോകും പോലെ ഉള്ള അലാമത്തത് കണ്ടെത്ത് അതിനെ ഭയങ്കര മുത്തി മണത്തിട്ട് അയൽ ചെന്ന് അനുയായികളിട്ടു ഇതിനെ നല്ല കഫൻ ചെയ്ഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ദഫനാക്കുറുണ്ട്. അങ്ങനെല്ലാം ദഫനാക്കാറ്. അങ്ങനെ ദഫനാക്കിയാൽ പിന്നെ അങ്ങ് കേട്ടാറ് നിങ്ങൾ കണ്ട 3 തലയുടെ വിഷയം എന്തൊരു വിഷയ
എന്നങ്ങ് കേട്ടാറ്. അപ്പോൾ ആ മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു ചെന്ന് ഒരു തല ചെന്നി മരിച്ചു പോകല തല എല്ലാ മനുഷ്യന്മാർ മരിക്കിടാറ്. ഇവിടെ എന്താടു വദക്കിർ ഫൈന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഇവിടെ ദിക്റും ഇവിടെ നല്ല നസിയത്തും നല്ല വാലും ഉറുദ്ദിമെല്ലാം കേൾക്കിടാറ്. ഒരു തല അങ്ങനത്തെ കൊണ്ടുണ്ട്. ಅದರ ಕಾದಿಗೆ ಎತ್ತರ ಕೇಳ್ತೀನಿ ಪೊಗ್ಗುಡಮೇ ಇಲ್ಲೇ അങ്ങനത്തെ തല അയിന്ത് അത് നരകത്തെ തല. അതുകൊണ്ട് അതിനെ ನಾನು ബൽച്ചി എറിഞ്ഞ എന്ന് ചെന്നാറ് മഹാനാ ദുൽഖർനൈൻ ചക്രവർത്തി. ചരിത്രം ഞങ്ങൾ ചൊല്ലാറ് അള്ളാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ രണ്ടാമത്തെ കാതുക്ക് ನಾನು ഇട്ടല്ലോ രണ്ടാമത്തെ തലക്ക് അതെന്തായിട്ട് ഒരു കാതിൽ കേക്കിട്ട് പിന്നെ ഒരു കാതിൽ ബുഡ്രു അങ്ങനത്തെ തല. അതുകൊണ്ട് ആ തലയും നരകത്തെ തല. അതുകൊണ്ട് അതിനെ ನಾನು ബൽച്ചെറിഞ്ഞ എന്ന് ചെന്ന മഹാൻ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ തല എന്നൊക്കെ കിർത്ത് അതെന്തായിട്ട് അതിൽ കാതുക്ക് സ്റ്റിക്കിട്ടപ്പോൾ അത് കൽത്തിറഞ്ഞ പുറത്ത് വന്ന് ചെന്നെങ്കിൽ അത് അതായത് വാള് നസിയത്ത് ഉറുദു എല്ലാം കേക്കിട്ട് കേട്ട പോലെ അമൽ ചെയ്യും കൊണ്ടു അതേപോലെ അള്ളാഹുടെ പേടിച്ചും കൊണ്ട് ജീവിക്കിട്. അതുകൊണ്ട് അത് സ്വർഗത്ത് തല. അതുകൊണ്ട് നിങ്ങളുടെ ഞാൻ അതിനെ മുത്തി മണത്തിട്ട് അതിനെ ദഫനാക്കുന്ന ചെന്നു എന്ന് മഹാൻ ദുൽഖർനൈൻ ചക്രവർത്തി ചെന്നും കൊണ്ടു അനുയായികളോട് ചെന്ന് അനുയായികളെ നിങ്ങളുടെ തല ഏതാവുണ്ട് നിങ്ങമേ സെലക്ട് ആക്കറു. നിങ്ങളുടെ തല ഭാഗത്തിൽ ಸೇರணும் ഏത് വിഭാഗത്തിൽ ಸೇರணும் എന്നെല്ലാവരും നിങ്ങമേ ಅಂದಾಜಾಕರು നിങ്ങൾ സെലക്ട് ആക്കറു. അതായത് ആയിക്ക ഞങ്ങളിട്ട് തന്ന അള്ളാഹു ഇഖ്തിയാർ എല്ലാം ആയിക്ക ആക്കട വിഷയ ഞങ്ങൾ തന്ന ബുദ്ധിയുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങളെ തല സ്വർഗത്ത് കൊണ്ട് തല ആവണം. കൈയുടെ പരമാവധി ഇൽമു കേട്ട പോലെ അമൽ ചെയ്യണം. അമൽ ചെയ്യും കൊണ്ട് ഞങ്ങൾ അള്ളാഹോട് പേടിച്ചുകൊണ്ട് എങ്ങനെ ഒരു നാൾ കബർക്ക് പോയിട്ട് എത്രമേ. അതുകൊണ്ട് ഞങ്ങളെ പോക്കും വാക്കും നിർത്തും എല്ലാം ഇബാത്താക്കും പോലെ കൈയുടെ പരമാവധി ശ്രമിച്ചും കൊണ്ട് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാൻ എന്ന മനുഷ്യന്മാർ അള്ളാഹുടെ അങ്ങേറ്റം പിരിസവയ്ക്കിടാറ് എന്ന് അള്ളാഹു ചെന്ന പോലെ കൈയുടെ പരമാവധി പിരിസവയ്ക്കുക. അതൊക്കെ ഞങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് മഹാൻ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു ദുആർന്നും കൊണ്ട് അവിടെ ബുൽപ്പിട്ടും കൊണ്ട് എല്ലാ അനുയായികളെ സമയത്ത് ആ ബുൽപ്പിട്ട് വാട്ടിയത് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളെ തല ഏത് തല ആവണം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സെലക്ട് ആക്കുക. ഞങ്ങളെ തല ഇൻഷാ അല്ലാഹ് അല്ലാഹു റസൂൽ സന്തോഷം അവിടെ തലയും കൊണ്ട് ചെന്നെങ്കിൽ ഇൽമു കേട്ട പോലെ അമൽ ചെയ്യും കൊണ്ട് അള്ളാഹുമായിട്ട് നിക്കട്ടാവുകൂ, അള്ളാഹുമായിട്ട് മുട്ടാവുകൂ. അള്ളാഹുമായിട്ട് നാളത്തെ കൂടെ ഞങ്ങൾ കബർക്ക് മുട്ടായിട്ടുള്ളൂ. അതുപോലെ അള്ളാഹുമായിട്ട് മുട്ടാവുകയുള്ളൂ. എല്ലാ കഴിവും ശക്തിയും ആത്മോന്നത്യം മനക്കർത്തും അള്ളാഹു ഞങ്ങൾ പ്രദാനം ചെയ്തിട്ട് ഞങ്ങളെല്ലാ പ്രവർത്തികൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഞങ്ങളെല്ലാ ദോഷത്തെ അള്ളാഹു പരിപൂർണ്ണ മാഫ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.